CPIM നോർത്ത് ചാലക്കുടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോട്ട സെന്ററിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. കോൺഗ്രസ് നേതാവായ മുൻ മുനിസിപ്പൽ ചെയർമാനും അദ്ദേഹത്തിന്റെ സഹോദരനും ചേർന്ന് ഇറിഗേഷന്റേത് ഉൾപ്പെടെയുള്ള പൊതുഭൂമി കയ്യേറിയതിൽ പ്രതിഷേധിച്ച് CPIM നോർത്ത് ചാലക്കുടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. പൊതുഭൂമി കയ്യേറുകയും വ്യാപാര സ്ഥാപനങ്ങളുടെ പാർക്കിങ്ങിനായി ഉപയോഗിക്കുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു വിശദീകരണ യോഗം. പോട്ട സെന്ററിൽ ചേർന്ന യോഗം CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KB ഷബീർ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി MN ശശിധരൻ, N കുഞ്ഞുമോൻ, KT ജോണി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന ഇറിഗേഷൻ വക ഭൂമി തിരിച്ചു പിടിക്കും വരെ പ്രത്യക്ഷ സമരം ആരംഭിക്കുവാനും യോഗം തീരുമാനിച്ചു. ഇതെല്ലാം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നത് ഏതെങ്കിലും വ്യക്തികളെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല. ഇപ്പം ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരു കാര്യം, സംസ്ഥാന ഗവൺമെൻറ് സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ പാർട്ടിയുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് എല്ലാ ഘടകങ്ങളും ഒരു പ്രധാന പ്രവർത്തനം ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ശുചീകരണ പ്രവർത്തനമാണ്. കവലകളും പൊതുയിടങ്ങളും അതുപോലുള്ള ഇടങ്ങളെല്ലാം ശുചീകരിച്ച് സംരക്ഷിക്കണം എന്ന് നമ്മുടെ പാർട്ടി ആവശ്യപ്പെട്ടു. എല്ലാ ഘടകങ്ങളും ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണം എന്നാവശ്യപ്പെട്ടു. എല്ലാ ഘടകങ്ങളും അതിനുവേണ്ടി രംഗത്തിറങ്ങുണ്ടായി. ചില ലോക്കൽ കമ്മിറ്റികൾ 6 ഇടം, 4 ഇടം, 3 ഇടമൊക്കെ ശുചീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ നമ്മുടെ നോർത്ത് ലോക്കൽ കമ്മിറ്റി 8 ഇടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉറുമ്പൻകുന്നിലും അലവി സെന്ററിലും പോട്ടയിലും ഇവിടെ പരാമർശിക്കപ്പെട്ട സ്ഥലങ്ങളിലടക്കം 8 ഇടങ്ങളിൽ അവർ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. അതായത് ഇത്തരം പ്രാദേശികമായ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായും ആത്മാർത്ഥമായും ചെയ്തു തീർക്കുന്നതിൽ ഈ കമ്മിറ്റി നല്ല വിധത്തിലുള്ള നേതൃത്വപരമായ പങ്ക് വഹിക്കാറുണ്ട്. ഇതിൽ മനം നൊന്ത് കോൺഗ്രസ്, കാരണം ഏറെക്കുറെ കയ്യേറ്റങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളും നടത്തുന്നത് കോൺഗ്രസ്സുകാരാണ്. നേരത്തെ ഞാൻ പറഞ്ഞ സബ് സെൻറ്റർ, ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററായിട്ടുള്ള, ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായിട്ടുള്ള എലിഞ്ഞിപ്രയിലെ സ്ഥാപനത്തിൻ്റെ ഉപകേന്ദ്രം എന്ന നിലയിലുള്ള ആരോഗ്യ സ്ഥാപനം ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ആ സ്ഥലം ഇന്ന് മുൻ ചെയർമാൻ്റെ കുടുംബക്കാരുടെ കയ്യിലാണ്.